മാഡം ഈ അത്താഴം കഴിക്കാതെ നോമ്പെടുക്കാൻ പറ്റും? രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കാവോ സിസ്റ്ററെ? ഇല്ലല്ലോ. ഇതുപോലെ തന്നെയാണ്, ഈ ബ്രേക്ക്ഫാസ്റ്റിന് തുല്യമാണ് നമ്മുടെ നോമ്പെടുക്കുന്നവർക്ക് അത്താഴം. നമ്മുടെ അന്നത്തെ ഒരു ദിവസത്തിനുള്ള ഫുൾ ഊർജ്ജം നമുക്ക് കിട്ടുന്നത് അത്താഴത്തു നിന്നാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ അത്താഴം കഴിക്കാതെ നോമ്പെടുക്കരുത്. നമ്മൾ ഫാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്തെ ആദ്യത്തെ ഒരു 4 മണിക്കൂർ നമ്മൾ രക്തത്തിൽ അലിഞ്ഞു കിടക്കുന്ന ഷുഗറിൽ നിന്നാണ് നമുക്ക് എനർജി കിട്ടുക. ഇതിന് അനബോളിക് സ്റ്റേറ്റ് എന്ന് പറയും. പിന്നീട് അങ്ങോട്ട് നമ്മുടെ ശേഖരിച്ച് വെച്ചിട്ടുള്ള ഷുഗർ ഉണ്ടാവും, അതുപോലെ തന്നെ കൊഴുപ്പുണ്ടാവും. ഇതിന്നൊക്കെ നമുക്ക് എനർജി കിട്ടും. എന്നാൽ ഒരു 12 മുതൽ 14 മണിക്കൂർ കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഊർജ്ജമൊന്നും നമുക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ അത്താഴം കഴിച്ച് തന്നെ നോമ്പെടുക്കണം എന്ന് പറയുന്നത്. കാരണം നമ്മൾ സാധാരണ ഒരു ദിവസം ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ ഒരു 12 മുതൽ 14 മണിക്കൂർ വരെ ആയിരിക്കും. അതിലും കൂടുതൽ സമയമാകുമ്പോൾ നമ്മുടെ എനർജി ഫുള്ളായിട്ട് ഡിപ്ലീറ്റ് ആവും. എനർജി തീരെ ഇല്ലാത്തൊരവസ്ഥയിലോട്ട് നമ്മൾ പോവും. ഈ കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ അത്താഴം കഴിക്കാതെ നോമ്പെടുക്കരുത് എന്ന് പറയുന്നത്. മേഡം, അത്താഴം കഴിക്കുന്ന സമയത്ത് എന്തൊക്കെ കഴിക്കണതാണ് നല്ലത്? അത്താഴത്തിന് കഴിക്കാൻ ഏറ്റവും നല്ലത് എന്താണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ദഹിക്കാത്ത ഭക്ഷണങ്ങളാണ്. കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ എന്ന് പറയും. ഇതിൽ പെട്ടതാണ് നമ്മളെ കുത്തരി, തവിടുള്ള അരി ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഓട്സ്, റാഗി, ചപ്പാത്തി, ഇത്തരത്തിലുള്ളതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് സാലഡ്സ് ഉപയോഗിച്ചാൽ നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് കടല, പയർ വർഗ്ഗങ്ങളുണ്ടല്ലോ, ഇവയിലൊക്കെ പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ടാവും. ഇതിൻ്റെയൊക്കെ ഒരു മിക്സ്ചറായിട്ട് ഉപയോഗിച്ചാൽ നമുക്ക് പെട്ടെന്ന് വിശപ്പില്ല, ഒരു ദിവസത്തിന് ഫുള്ള് ഉള്ള ഊർജ്ജം കിട്ടും ചെയ്യും. പിന്നെ വെള്ളത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചായ, കാപ്പി, ഇത്തരത്തിലുള്ള പാനീയങ്ങളൊക്കെ പരമാവധി രാവിലെ സമയത്ത് ഒഴിവാക്കുന്നത് ആയിരിക്കും നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ ചായയിലൊക്കെ കഫീൻ എന്ന് പറഞ്ഞൊരു ഘടകമുണ്ട്, അത് നമുക്കറിയാം. ഇതൊക്കെ ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കും, അല്ലെങ്കിൽ നിർജ്ജലീകരണം ഉണ്ടാക്കും. ഇതുകൊണ്ട് തന്നെ ചായ, കാപ്പിയൊക്കെ പരമാവധി ഒഴിവാക്കുക. മാഡം, ഈ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചിട്ട് നോമ്പ് തുറക്കാൻ പാടില്ല എന്നൊക്കെ ഇപ്പോൾ പല വീഡിയോസിലും പറയണ കേൾക്കുന്നുണ്ട്. മാഡത്തിന് അതിനെക്കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? നമ്മൾ നോമ്പെടുക്കുന്ന സമയത്തെ ഒരു 12 മണിക്കൂർ മുതൽ 14 മണിക്കൂർ വരെ ഒന്നും കഴിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ വയറൊക്കെ കാലിയായിട്ടുണ്ടാവും. അതിനുശേഷം നമ്മൾ ഈ ജ്യൂസ് എടുത്ത് കുടിക്കുകയാണ്. നമുക്കറിയാം നാരങ്ങയുടെ അകത്ത് ഒരു ആസിഡ് ഉണ്ട്. അതേതാണ്? സിട്രിക് ആസിഡ്. ഈ സിട്രിക് ആസിഡുള്ള നാരങ്ങ വെള്ളം നമ്മൾ കുടിക്കുന്ന സമയത്ത് നമുക്ക് ഗ്യാസ്ട്രൈറ്റിസ്, അസിഡിറ്റിയുടെ പ്രോബ്ലംസ്, പുളിച്ചു തേട്ടൽ, ഇതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ പല വീഡിയോസിലും ഇങ്ങനെ കണ്ടിട്ടുള്ളത്. കഴിവതും നോമ്പ് തുറക്കുന്ന സമയത്ത് ഈ നാരങ്ങ വെള്ളം അല്ലെങ്കിൽ തന്നെ മുസംബി ജ്യൂസ് ഇതൊക്കെ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്.